നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ഒരുമിച്ച് എങ്ങനെ ശരിയാവാ? എന്താ ശരിയാവാത്തെ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ നന്ദ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ കൂടെ നിൽക്കേണ്ടവരല്ലേ? എന്നാലും അനാമിക, ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിക്കേ. ഓ അങ്ങനെയാണോ? എന്നാ നീ പൊയ്ക്കോ, എന്നെ വിട്ടേക്ക്. പൊയ്ക്കോ നന്ദ. നിനക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമാണെന്നാ ഞാൻ വിചാരിച്ചത്. അതില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആദ്യം എന്റെ അച്ഛൻ, ഇപ്പൊ ഇതാ നീയും. നിങ്ങൾ ഓരോരുത്തരായിട്ട് എന്റെ വിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. വിട്ടേക്ക്, ഞാൻ പോവാ. നിക്ക്, നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ഇപ്പോഴെന്നല്ല, നീ എപ്പോഴായാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായത് തന്നെ. പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് ആലോചിച്ച് വേണം നമ്മളതിലൊരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും ചിന്തിക്കുന്നത്. ഇതിൽ ചിന്തിക്കാൻ മാത്രം ഒന്നുമില്ല നന്ദ. നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ പിരിക്കാൻ കഴിയില്ല നന്ദ. ഇതല്ലാതെ നമ്മുടെ മുന്നില് വേറെ വഴിയൊന്നുമില്ല. നന്ദ, എന്താ നിന്റെ തീരുമാനം? ശരി, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം. നീ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് തന്നെ താമസിക്കാം. എന്തേ നോക്കി, ഇപ്പോഴീ മുഖത്തൊരു ചിരി കണ്ടത് തന്നെ. ശരി, അതൊക്കെ വിട്. അല്ല, അപ്പൊ എന്തിനാ എന്നെ അടിച്ചത്? എനിക്ക് ദേഷ്യം വന്നാ അങ്ങനെ തന്നെ ചെയ്യും ഞാൻ. ഇത് കണ്ടില്ലേ, കൊള്ളാലോ നിന്റെ ഡീലിങ്. അതെന്താ, അച്ഛനായാലും ശരി മോളായാലും ശരി ദേഷ്യം വന്നാൽ എന്നെ തേടി പിടിച്ച് അടിക്കണമല്ലേ? നിന്നെ പ്രേമിച്ചതിന് പകരം സിംഗിൾ ആയിട്ട് തന്നെ ജീവിച്ചാ മതിയായിരുന്നു. എന്താ പറഞ്ഞ? ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ശരിയാ നാമിക, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ ഓക്കെ. പക്ഷെ എവിടെയാ താമസിക്കാ? നിക്ക്, എന്റെ ഫ്രണ്ട് രേവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അവള് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. ഹായ്, പറയാ നാമിക. രേവതി, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. എന്താ? എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. ജോക്കാണോ പറയുന്നത്? വീടോ? നിനക്കോ? ആ അതെ. എന്താ, നീ ഇപ്പൊ വീട്ടിലല്ലേ? അല്ല. അതെന്താന്നാ ചോദിച്ചേ? അതൊക്കെ നിന്നോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണമായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ? പറ അനാമിക. ഞാനും നന്ദയോ. നിന്റെ പരിചയത്തില് എവിടെയെങ്കിലും ഒരു വീട് കിട്ടാൻ വഴിയുണ്ടോ? ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് ഫ്രീ ആയിട്ടുണ്ട്. എന്നാ എന്താ പ്രശ്നം രേവതി? കാര്യം പറ. അതല്ലടി, നീ ലവറും ഒന്നിച്ച് താമസിക്കുന്നതില് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിയാത്ത രണ്ടുപേര് ഫ്ലാറ്റിൽ ഒരുമിച്ച് കഴിയുന്നത് അത്ര നല്ലതല്ല.